എൻ്റെ ഒരു സുഹൃത്തുണ്ട്. രാവിലെ എണീക്കും, ഭയങ്കര പാച്ചില. ആരെങ്കിലും ഒന്ന് വരും, ഓനെ കൊണ്ടുപോകും, പിന്നെ പാച്ചിലോട് പാച്ചില. രാത്രി ചിലപ്പോൾ 12 മണിയാകുമ്പോൾ തിരിച്ചു വരും, 1 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഞായറാഴ്ച ഒഴിവില്ല, ഞായറാഴ്ചയും പാച്ചില. അതായത് ജീവിതത്തിൽ ഓട്ടത്തോടു കൂടി ഓട്ടാണ് ഇവൻ. അപ്പോൾ പക്ഷേ എൻ്റയർലി നമ്മൾ അവനെ എടുത്ത് നോക്കുമ്പോൾ അവന് നല്ലൊരു വീട് ആയിട്ടില്ല. ചില ദിവസങ്ങളിലൊക്കെ അന്നത്തെ ആ പാഞ്ഞിട്ട് നടക്കണ അന്നത്തെ ചായ കുടിക്കാനുള്ള പൈസ അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. സ്വന്തമായിട്ടൊരു വാഹനമല്ല, ആരൊക്കെ വരുന്നു, എന്തിനൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ചിലപ്പോൾ വിളിച്ചവർ ഞാൻ മൈസൂരാണ്, ഞാൻ മറ്റടുത്താണ്, ഞാൻ ഇവിടെയാണ്, ഞാൻ ഹൈദരാബാദിലാണ്, അങ്ങനെ ഒഴുകി നടക്കുന്ന ഒരാൾ. അധ്വാനിച്ചിട്ട് ഒരാൾ ഉഷാറാവുകയാണെങ്കിൽ ഓനിപ്പോൾ അമ്പാനെക്കാട്ടിയും വലിയ പൈസക്കാരനാണ്. അത്രയും വലിയ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. പക്ഷെ അവൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഓൻ ആരാണ്, എന്തിനാണ്, എങ്ങോട്ടാണ്, ആർക്ക് വേണ്ടിയാണ് പായണത് എന്നുള്ള ഒരു ഡയറക്ഷൻ ഓനില്ല സത്യത്തിൽ. അവിടെയാണ് നമ്മളുടെ വിഷൻ ബോർഡ് എന്നുള്ള കൺസെപ്റ്റിനെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ തലച്ചോറിലേക്ക് ഒരുപാട് ആശയങ്ങൾ ഒരു ദിവസം വരും. നമ്മൾ കുറേ ആളുകളെ ഒരു ദിവസം കാണും. നമ്മൾ കുറേ സാധനങ്ങൾ ഒരു ദിവസം പർച്ചേസ് ചെയ്യും. നമ്മൾ ചിലപ്പം കുറേ കാര്യങ്ങൾ പഠിക്കും ഒരു ദിവസം. നമ്മൾ എന്തൊക്കെയോ ചെയ്യും ഒരു ദിവസം, കുറേ യാത്രകൾ ചെയ്യും. അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി വരെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വിഷൻ ബോർഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക്, വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഞാൻ ആരായിരിക്കണം എന്നുള്ള കൺസെപ്റ്റ്, അതിലേക്കുള്ള ആക്ഷനുകൾ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നായ്പാച്ചിൽ മാത്രമാണ് ഈ ആക്ഷൻ ഒന്നും. ഇപ്പം ഞാൻ പഠിക്കുന്നത് കറക്റ്റായിട്ട് എൻ്റെ വിഷനിലേക്കുള്ള ഒരു PhD ആയിരിക്കണം ഫോർ എക്സാമ്പിൾ. അതല്ലെങ്കിൽ ഞാൻ മീറ്റ് ചെയ്യുന്ന ആൾ എൻ്റെ ബിസിനസ് തുടങ്ങുന്നതിലേക്കുള്ള ഇൻവെസ്റ്റർ ആയിരിക്കണം. അതല്ലെങ്കിൽ ആ ബിസിനസ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആളായിരിക്കണം. ഞാൻ വാങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ലൈഫ് വിഷനുമായി ബന്ധപ്പെട്ട ഒരു പർച്ചേസ് ആയിരിക്കണം. ഞാൻ അങ്ങനെ തുടങ്ങിയിട്ട് ലൈഫിൽ ഞാനൊരു ബസ്സിൽ യാത്ര പോവുകയാണെങ്കിൽ ആ യാത്ര എൻ്റെ വിഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കണം. അപ്പം ഈ വിഷൻ തന്നെ ഇല്ലാത്തവന് എങ്ങനെയാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാം. അവനിങ്ങനെ രാവിലെ എണീക്കും, കുതാ ഗവാറിന് പല്ല് വെച്ച് ഇറങ്ങും, തുണിപ്പായ മാറ്റിയിട്ട് വെള്ള തുണി കുപ്പായിട്ട് നല്ല സ്ഥിരിട്ട് ഇങ്ങോട്ട് ഇറങ്ങും. ആരൊക്കെയോ മീറ്റ് ചെയ്യും, എവിടുന്നൊക്കെയോ ചോറുന്നും, എവിടെയോ ഉറങ്ങും. വൈകുന്നേരം ഭയങ്കര തിരക്ക്, എപ്പം വിളിച്ചാലും ബിസി. പക്ഷേ ജീവിതത്തിൽ എവിടെ എത്തൂല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി വിഷൻ ബോർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസിക്കലി എ കളക്ഷൻ ഓഫ് 10 to 12 ലോങ് ടേം ഗോൾസ്. സിംപ്ലി ഇപ്പം അതായത് എനിക്ക് 2035 എനിക്ക് എൻ്റെ വീട് വെക്കണം, ഇത്ര സ്ക്വയർ ഫീറ്റ് വീട്, എനിക്ക് ഇന്ന വണ്ടി ഉപയോഗിക്കണം, എനിക്ക് ഇത്ര സാമ്പത്തികമായിട്ട് ഇത്ര കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് വേണം, എനിക്ക് ഇത്ര കമ്പനികൾ വേണം, എൻ്റെ പദവി ഇതായിരിക്കും, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഇതായിരിക്കും, എൻ്റെ കുടുംബവുമായിട്ട് ഞാൻ ഇത്ര രാജ്യങ്ങളിൽ ആ വർഷവുമായി ആകുമ്പോഴേക്കും ഞാൻ യാത്ര ചെയ്തിരിക്കും, ഞാൻ സമൂഹത്തിന് വേണ്ടി ഇത്ര വീടുകൾ അല്ലെങ്കിൽ ഇത്ര മദ്രസകൾ അല്ലെങ്കിൽ ഇത്ര പള്ളികൾ അല്ലെങ്കിൽ ഇത്ര അനാഥാലയങ്ങൾ ഞാൻ ഉണ്ടാക്കിയിരിക്കും എന്നൊക്കെ തുടങ്ങുന്ന, ഞാൻ എൻ്റെ പാഷൻ ഹോബിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന സാധനം ഒരു സ്പോർട്സ് അക്കാഡമി ഉണ്ടാക്കിയിരിക്കും, അതല്ല അങ്ങനെ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു ലൈബ്രറി എൻ്റെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കും. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു 10 വർഷത്തെ ലോങ് ടേം ഗോളുകൾ, ഒരു 10 മുതൽ 12 വരെ വരുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗോളുകൾ. പണം മാത്രമല്ല ഗോള്. അതിൽ എൻ്റെ ഹെൽത്ത് വേണം, എൻ്റെ ഹെൽത്ത് എങ്ങനെ ഉണ്ടായിരിക്കും, എൻ്റെ ഫാമിലി എങ്ങനെ ഉണ്ടായിരിക്കും, ദൈവവുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടായിരിക്കും, എൻ്റെ സമ്പത്ത് എങ്ങനെ ഉണ്ടായിരിക്കും, എൻ്റെ ബിസിനസ് എങ്ങനെ ഉണ്ടായിരിക്കും, എൻ്റെ കരിയർ ഗ്രോത്ത് എങ്ങനെ ഉണ്ടായിരിക്കും, എൻ്റെ പഠനങ്ങൾ എങ്ങനെ ഉണ്ടായിരിക്കും, എൻ്റെ ഹോബീസ് ആൻഡ് പാഷൻസ് എങ്ങനെ ഉണ്ടായിരിക്കും, സമൂഹവുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെ ഉണ്ടായിരിക്കും. ഇതിലൊക്കെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു 12 ഗോളുകൾ ആദ്യം എഴുതി വെക്കുക എന്നുള്ളതാണ് വിഷൻ ബോർഡ് വരക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഈ സാധനത്തെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആക്കിയിട്ട് ഒരൊറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക. 10 വർഷം കഴിഞ്ഞാലുള്ള ഞാൻ, 5 വർഷം വെരി ഷോർട്ട് പീരീഡാണ്, 10 വർഷം നല്ല പീരീഡാണ് വിഷൻ ബോർഡ് വരക്കാൻ. 10 വർഷം കഴിഞ്ഞാലുള്ള ഞാൻ ഇങ്ങനെയായിരിക്കും. അത് ഇപ്പോൾ ഉള്ളതിൽ നിന്നും 10 ഇരട്ടി ഗ്രോത്ത് വേണം. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ 10 ലക്ഷം ഉണ്ടെങ്കിൽ അത് 10 കോടി ആയിരിക്കണം. അങ്ങനെ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉള്ള, ഇപ്പം ചെറിയ വീടാണെങ്കിൽ അത്രയും വലിയ വീടായിരിക്കണം, ഇപ്പം ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അത്രയും വലിയ പദവിയായിരിക്കണം. അങ്ങനെ എക്സ്ട്രീം ഗ്രോത്ത് ഉള്ള, നമുക്ക് കണ്ടാൽ ഇതൊന്നും നടക്കൂല, ഇത് വെറുതെ തള്ളാണ്, ആര് കണ്ടാലും പിന്നെ പിരാന്താണെന്ന് പറയണം. ആര് കണ്ട, സ്വന്തം അമ്മ കണ്ടാൽ പോലും പറയണം, പെണ്ണുങ്ങൾ കണ്ടാലും പറയണം ഇച്ചങ്ങായിക്ക് പിരാന്താണ് എന്ന് പറയുന്ന അത്രയും അംബീഷ്യസ് ആയിരിക്കണം വിഷൻ ബോർഡ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ തന്നെ കണ്ട പഠിച്ചത് ഞാൻ തന്നെ വരച്ചാണല്ലോ, എനിക്ക് പിരാന്താണെന്ന് നമുക്ക് സ്വന്തം തോന്നണം ഇടക്കിടക്ക്. പക്ഷെ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനത്തെ നമ്മൾ, ഇനിയാണ് അതിൻ്റെ രസം, എന്നും രാവിലെ എഴുന്നേറ്റിട്ട് വെറുതെ എന്തിനെങ്കിലും യാത്ര ചെയ്യാതെ ഈ വിഷൻ ബോർഡ് നോക്കിയിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. ഞാൻ 10 വർഷം കഴിഞ്ഞാൽ ഈ വണ്ടിയായിരിക്കും ഓടിക്കുന്നത്, അത് ഓടിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആ വീട്ടിൽ താമസിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആ കമ്പനി തുടങ്ങി അത് വർക്ക് ചെയ്ത് അത് പ്രോഫിറ്റബിൾ ആകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക.
അങ്ങനെ തുടങ്ങി ഓരോ ഘടകങ്ങളും ഫാമിലിയുമായിട്ട് യാത്ര ചെയ്ത് ആസ്വദിക്കുന്നത് വിഷ്വലൈസ് ചെയ്യുക, കുട്ടികളുമായിട്ട് കളിച്ച് ഉല്ലസിക്കുന്നത് വിഷ്വലൈസ് ചെയ്യുക, സ്വന്തം വീട്ടിൽ ഫാമിലിയുമായിട്ട് സ്വന്തം കാറ്, സ്വന്തം വീട്, ആ ഒരു സംവിധാനങ്ങളൊക്കെ നമ്മൾ ജീവിക്കുന്നതായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ നിന്നാണ് വരിക, ഒരു ഡോപ്പമൈൻ സെർജ് വരാനുണ്ട് അതിൻ്റെ, അത് അവിടെ നിന്നാണ് വരിക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഭയങ്കര രസമാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു 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 ഉദാഹരണത്തിന് ഒരു IT കമ്പനി തുടങ്ങാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാവൽ കമ്പനി തുടങ്ങാൻ, എന്തെങ്കിലും ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചിട്ടാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുന്ന ആൾ ഓൾറെഡി ട്രാവൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും, അടുത്തത് വേറെ ട്രാവൽ കമ്പനിയുടെ മുതലാളിയായിരിക്കും, അടുത്ത മീറ്റ് ചെയ്യുന്ന ആൾ IT കമ്പനി നടത്തുന്ന ആളായിരിക്കും. അതായത് നമ്മൾ ഇതിൻ്റെ മുമ്പും കുറേ ആളുകളെ മീറ്റ് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ, പക്ഷെ അവരൊക്കെ യൂസ്ലെസ് ആയിരുന്നു. ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ മീറ്റ് ചെയ്ത് പോയിട്ടും അവർ യൂസ്ലെസ് ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ 10 ആളെ മീറ്റ് ചെയ്താലും ആ 10 ആൾ വെരി പവർഫുൾ ആൻഡ് കോൺട്രിബ്യൂട്ടിങ് ടുവാർഡ്സ് വിഷനാണ്. അതാണ് പവർ ഓഫ് ആ ഒരു മാനിഫെസ്റ്റേഷൻ അവിടെ വരുന്നത്. ഇവ നമ്മുടെ ചുറ്റിൽ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നു ആക്ച്വലി, പക്ഷെ അവരെ നമ്മുടെ വിഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ കാണാത്തത് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യാഞ്ഞിട്ടാണ്. അതായത് ബേസിക്കലി നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയും, ബേസിക്കലി അതൊരു പ്രോഗ്രാമിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഒരു ദിവസം കോടിക്കണക്കിന് ഇൻഫർമേഷൻ പോകും, കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ മുമ്പിലൂടെ നടക്കുന്നുണ്ടാവും. അവരെ ഒക്കെ കാണാനുള്ള കഴിവ് നമുക്കില്ല. ഒരു ഉദാഹരണത്തിന് കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് ഒരു കള്ള് കുടിയാൻ യാത്ര ചെയ്താൽ അയാൾ ആ കൊച്ചി തീരത്ത് മുഴുവൻ, റോഡ് സൈഡിൽ മുഴുവൻ അയാൾ കള്ള് ഷോപ്പുകളുടെ നിര തന്നെ കാണും. നമ്മളാരും പോയാൽ കാണില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ കള്ള് ഷാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കള്ള് ഷാപ്പ് കാണാത്തത്. കള്ള് ഷാപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പുതിയൊരു വണ്ടി, ഒരു XUV 700 വാങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ റോട്ടിൽ എല്ലാവരും ഓടിക്കുന്നത് 700 ആയിരിക്കും. 700 ഇതിൻ്റെ മുമ്പ് റോട്ടിലുണ്ടായിരുന്നു, നമ്മൾ കാണാത്തത് നമ്മളെ തലച്ചോറിലേക്ക് ആ സാധനം ഫീഡ് ചെയ്യാത്തത് കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സാധനം രാവിലെ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഫിൽട്രേഷൻ നടക്കുകയാണ്, പ്രോഗ്രാമിംഗ് നടക്കുകയാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ വെറുതെ കോടാനകോടി കാര്യങ്ങൾ കാണില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കാണും, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കേൾക്കും, നമുക്ക് ആവശ്യമുള്ള ആളുകളെ മാത്രം മീറ്റ് ചെയ്യും. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഡീറെയിലായി പോകും. വിഷൻ ബോർഡ് മനസ്സിലുണ്ടായാൽ പോരെ, ഈ സാധനങ്ങളൊന്നും വിഷൻ ബോർഡായിട്ട് വരയ്ക്കന്നെ വേണം. കാരണം നമ്മൾ മറന്നു പോകും, ഞാൻ ആരാണ്, എന്തിനാണ്, എങ്ങോട്ടാണ്, ഇടക്കിടക്ക് മറന്നു പോകും. നമ്മൾ വീണ്ടും ഈ ഒഴുക്കിൽപ്പെട്ട മരത്തടി പോലെ ഒഴുകാൻ തുടങ്ങും, എങ്ങോട്ടൊന്നുമില്ലാത്തൊരു ഒഴുക്കായിരിക്കും. അത് മറക്കാതിരിക്കാൻ ഈ വിഷൻ ബോർഡ് വരക്കും വേണം, രാവിലെ എന്നും അതിൽ നോക്കിയിട്ട് വിഷ്വലൈസ് ചെയ്യും വേണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തലച്ചോറിനെ നമ്മൾ എന്നും ഓർമ്മപ്പെടുത്താണ്, മോനെ അനക്കിതാണ് വേണ്ടത് കേട്ടോ, മോനെ അനക്കിതാണ് വേണ്ടത്, 10 വർഷം കഴിഞ്ഞാൽ ഇതാവേണ്ടത് കേട്ടോ, ഇതിനുള്ള പണിയെടുക്കട്ടോ, ഇതിനുള്ള പണിയെടുക്കട്ടോ, ഇതിനുള്ള പണിയെടുക്കട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ തലച്ചോറിനെ ഡെയിലി ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ഗോൾസ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ആർക്കോ വേണ്ടി ജീവിച്ച് എന്തിനോ ബിസിയായി എവിടെയോ മരിച്ചു പോകുന്ന വെറും ആർക്കും വേണ്ടാത്ത ജന്മങ്ങളായി നമ്മൾ മാറും. അപ്പം വിഷൻ ബോർഡ് ഇല്ലാത്തത്, അതായത് ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആയിരിക്കണം ഒരു വിഷൻ ബോർഡ്. അതല്ലാത്തവനൊക്കെ എന്തിനു പറ്റും? അതായത് അയാൾ എങ്ങോട്ടാ ജീവിക്കണം, ആർക്കാ ജീവിക്കണം, എന്തിനാ ജീവിക്കണം എന്ന് അയാൾക്ക് തന്നെ അറിയാത്ത, ആർക്കോ വേണ്ടി ഏതോ പുഴയിൽ ഒഴുകി നടക്കുന്ന ഒരു മരക്കഷ്ണമായി മാറാതെ ഒരു വിഷൻ ബോർഡെങ്കിലും ഒന്ന് വരച്ചു നോക്കും. ജീവിതത്തിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു 20 വർഷം അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 30 വർഷം അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നെക്സ്റ്റ് 5 to 10 years നിങ്ങൾക്ക് വിഷൻ ബോർഡ് വരച്ചു എന്ന ഒറ്റ കാരണത്താൽ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.